ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് മാസം 18 പരിശുദ്ധ അമ്മയുടെ രാജ്ഞീപദ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വർഗത്തിൽ അമ്മയെ രാജ്ഞീപദം കിരീടം ചാർത്തി സ്വീകരിക്കുന്ന ആ ദിനം, പരിശുദ്ധ അമ്മ സ്വർഗഭൂലോകങ്ങളുടെ റാണിയാണെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് അതാഘോഷിക്കുകയാണ് അന്ന്. ഈ ദിവസങ്ങളിൽ 14 മുതൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ഒരു ഭക്ത അഭ്യാസമാണ് അമ്മയ്ക്ക് കിരീടം സമർപ്പിക്കുക എന്നുള്ളത്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞ ആ ചെറു കിരീടവും ഫ്രാൻസിസ്കൻ കിരീട ജപമാലയും നമുക്ക് ചൊല്ലി കാഴ്ചവെക്കാവുന്നതാണ്. അതുപോലെ അത് ബർത്ത്ഡേ വരെ നമുക്ക് കാഴ്ചവെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഈ കാഴ്ചവെക്കുന്ന കിരീടമെല്ലാം അമ്മ നിത്യജീവനിൽ നമ്മെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് തരും കേട്ടോ. അതുപോലെ തന്നെ പരിശുദ്ധ രാജ്ഞി എന്ന ജപവും, രാജ്ഞി എന്ന് വിളിച്ച് അമ്മയെ പ്രാർത്ഥിക്കുന്ന ജപങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലുന്നത് ഉത്തമമായിരിക്കും. ഇന്ന് നമ്മൾ ഒരു വിശുദ്ധയെ ഓർക്കുകയാണ്. അമ്മ സ്വർഗത്തിലെ രാജ്ഞിയാണെങ്കിൽ ഇത് ഭൂമിയിൽ ഒരു രാജ്ഞിയായിരുന്നു. ഈ രാജ്ഞിയും ഈ സ്വർഗലോക രാജ്ഞിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ഇന്ന് നമ്മൾ ഓർക്കുന്ന രാജ്ഞി വിശുദ്ധ ഹെലന രാജ്ഞിയാണ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ. നമുക്ക് അറിയാവുന്നതാണ്, ആദ്യം ക്രിസ്ത്യാനികളോട് വളരെ പീഡനങ്ങൾ വെച്ചിരുന്ന ഈ ചക്രവർത്തി പിന്നീട് മാനസാന്തരം വരികയാണ്. കുരിശ് അടയാളത്തിൽ യുദ്ധം ചെയ്ത് അവർ രക്ഷപ്പെട്ടപ്പോൾ മിലാൻ വിളംബരം വഴി നമുക്ക് സ്വാതന്ത്ര്യം തന്ന് നമ്മുടെ മതം സ്വീകരിച്ചവരാണിവർ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അമ്മ ഹെലന രാജ്ഞിയും. അങ്ങനെ പിന്നീട് അമ്മ മഹാറാണി ഈ ഹെലന രാജ്ഞി ദാനധർമ്മം ചെയ്യുകയും പിന്നീട് ജെറൂസലേമിലെ ബിഷപ്പ് മക്കാരിയൂസിന് ഗാഗുൽത്തയിൽ ഒരു ദേവാലയം പണിയുന്നതിന് കൽപ്പന കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ ശരിക്കും ഈശോയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ രാജ്ഞി പ്രവർത്തിച്ചിട്ടുള്ളത്. 75 വയസ്സുള്ള രാജ്ഞി പള്ളിപ്പണി നേരിൽ കാണാൻ ജെറൂസലേമിലേക്ക് പോയി. അവിടെ വെച്ചാണ് യഥാർത്ഥ കുരിശ് കണ്ടുപിടിച്ചത്. ഗാഗുൽത്ത മലയിൽ കുന്നുകൂടി കിടന്ന ചപ്പും ചവറൊക്കെ മാറ്റിയപ്പോൾ വീനസിൻ്റെ പ്രതിമ അവിടെ വെച്ചിരുന്നു. ആ പ്രതിമയും മാറ്റിയപ്പോഴാണ് 3 കുരിശുകളും കണ്ടെത്തിയതും അതിലേതാണ് ഈശോയെ തറച്ച കുരിശെന്ന് മനസ്സിലാക്കാൻ ഈ കുരിശുകൾ ഒന്നൊന്നായി എടുത്ത് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ സ്പർശിച്ചു നോക്കി. യഥാർത്ഥ കുരിശ് തൊട്ടപ്പോൾ ആ സ്ത്രീയുടെ സുഖക്കേട് മാറി. അങ്ങനെയാണ് നമ്മുടെ ഈശോയുടെ കുരിശ് കണ്ടെത്തുന്നത്. അങ്ങനെ ഹെലന രാജ്ഞി അവിടെ ഒരു പള്ളി പണിതു. ഈ രാജ്ഞി മെത്രാന്മാരോടും പുരോഹിതന്മാരോടുമൊക്കെ വലിയ ബഹുമാനം പ്രദർശിപ്പിച്ചിരുന്ന ഒരാളാണ്. ഇങ്ങനെ ഈ രാജ്ഞി പോകുന്നിടത്തൊക്കെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഓരോ പള്ളി പണിയിച്ച് കഴിഞ്ഞിട്ടാണ് റോമയിലേക്ക് മടങ്ങിയത്. ഈ ഹെലന രാജ്ഞിക്ക് കുരിശിനോട് ഭയങ്കര ഭക്തിയായിരുന്നു. പറയുമ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ചക്രവർത്തിമാരുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരാളാണ് ഈ രാജ്ഞി. പിന്നെ ആ യുദ്ധത്തോടു കൂടിയാണ് അമ്മയും മകനുമൊക്കെ മാനസാന്തരപ്പെട്ടപ്പോൾ സ്വർഗം പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്. യേശുവിൻ്റെ കുരിശ് കണ്ടുപിടിക്കാൻ ഈ രാജ്ഞിയെയാണ് നിശ്ചയിച്ചത്. സ്വർലോക രാജ്ഞിയും ഈ രാജ്ഞിയും തമ്മിൽ അപ്പോൾ അഭേദ്യമായ ബന്ധമുണ്ട് അല്ലേ. സ്വർലോക രാജ്ഞിയുടെ മകൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് എടുത്ത ഏറ്റവും വിശദമായ ഒരു ഉപകരണമാണല്ലോ കുരിശ്.
ആ കുരിശാണല്ലോ എല്ലാവരുടെയും രക്ഷ. അത് ലോകത്തിലേക്ക് കണ്ടെത്താൻ സഹായിച്ചത് ഈ രാജ്ഞിയാണ്. അതുപോലെ തന്നെ വേറൊരു ബന്ധം കൂടെ ഈ രാജ്ഞിക്കുണ്ട്. AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് വിശുദ്ധ ഹെലന രാജ്ഞിയാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ച 4 ചിത്രങ്ങളിൽ ഒരു ചിത്രമായിട്ടുള്ള ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ രൂപവും കണ്ടെത്തുന്നത്. സൂക്ഷിക്കാനായിട്ട് പിന്നീട് ഹെലന രാജ്ഞിയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. 2 ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഈശോ ഉണ്ടാക്കിയ മേശയും ഷെസ്റ്റോക്കോവയിലെ മാതാവും എന്ന് പറഞ്ഞ് ഒരു ആദ്യത്തെ ഭാഗം പോസ്റ്റ് ചെയ്തിരുന്നു. അതിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഷെസ്റ്റോക്കോവയിലെ മാതാവ് ആരാണെന്ന് മനസ്സിലാവും. ആ ചിത്രം കണ്ടെത്താനും ഹെലന രാജ്ഞി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ കൂടെ സഹായിക്കാൻ നിന്ന സ്ത്രീജനങ്ങൾ, അവരാണല്ലോ ആദ്യത്തെ സന്യാസിനി സമൂഹം. ഇവരെ കണ്ടെത്താൻ വേണ്ടി ഹെലന രാജ്ഞി ജെറുസലേമിലേക്ക് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ ഷെസ്റ്റോക്കോവയിലെ തിരുസ്വരൂപവും അതുപോലെ ഈ സന്യാസിനി സമൂഹത്തെയും കണ്ടെത്തി. ഈ സന്യാസിനി സമൂഹത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നു ഈ ഷെസ്റ്റോക്കോവയിലെ ചിത്രവും മറ്റ് ചിത്രങ്ങളും ഒക്കെ. അതായത് ലൂക്കാ സുവിശേഷകൻ ഈശോ ഉണ്ടാക്കിയ മേശയിന്മേൽ വെച്ച് വരച്ചു അമ്മയെ നോക്കിക്കൊണ്ട് വരച്ച 4 ചിത്രങ്ങൾ, നിത്യസഹായ മാതാവിൻ്റെ ചിത്രമടക്കം, അതെല്ലാം 2 ആഴ്ച മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചിത്രങ്ങൾ കണ്ടെടുക്കാനാണ് ഹെലന രാജ്ഞി ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അപ്പോൾ പരിശുദ്ധ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മയോട് കൂടി ഉണ്ടായിരുന്ന 2 കന്യകമാർക്കാണല്ലോ അമ്മയുടെ മേൽവസ്ത്രം കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചത്. ആ കന്യകകളിലൂടെയാണ് സന്യാസിനി സമൂഹം ആരംഭിക്കുന്നത്. ഇവരെ കണ്ടെത്താനാണ് ഹെലന രാജ്ഞി ജെറുസലേമിലേക്ക് വന്നത്. അപ്പോൾ ഇവരുടെ കയ്യിലാണ് 4 ചിത്രങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഷെസ്റ്റോക്കോവയിലെ ചിത്രവും ഹെലന രാജ്ഞി മകൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അടുക്കൽ എത്തിക്കുന്നത്. പിന്നീടാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൊട്ടാരത്തിന് സമീപത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ട് ദേവാലയം പണിത് അവിടെ ഈ അത്ഭുത ചിത്രം പ്രതിഷ്ഠിച്ചത്. ആ നഗരത്തിനാണ് ന്യൂ റോം എന്ന പേര് നൽകിയത്. ആ നഗരത്തിൻ്റെ സംരക്ഷകയായി പരിശുദ്ധ അമ്മയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായ കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പറയാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും പരിശുദ്ധ അമ്മ മഹാറാണിയും ഹെലന രാജ്ഞിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമുക്ക് ഈ രാജ്ഞിയുടെ സൃഷ്ടിയെ ഓർത്ത് ഈശോയ്ക്ക് ആരാധനകൾ സമർപ്പിക്കാം. കാരണം സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയെ കണ്ടെത്താനും സ്വർഗത്തിൻ്റെ അധിപനായിട്ടുള്ള ഈശോയുടെ കുരിശ് കണ്ടെത്താനും ഈശോ നിയോഗിച്ച ഭൂമിയിലെ ഒരു രാജ്ഞി അല്ലേ? 2 രാജ്ഞിമാരും തമ്മിൽ നല്ല ബന്ധമാണ്. ഇന്ന് നമുക്ക് വിശുദ്ധ ഹെലന രാജ്ഞിയോട് മാധ്യസ്ഥം ചോദിക്കാം. കാരണം സ്വർഗത്തിൽ നല്ലൊരു സ്ഥാനത്ത് തന്നെ, സ്വർഗത്തിൽ എന്ന് ഞാൻ പറയില്ല, ഈശോയെയും മാതാവിനെയും കാണാവുന്ന ഒരു സ്ഥലത്ത്, അതും ഏറ്റവും നല്ല സ്ഥലത്ത് അമ്മയും മകനും ഈ ഹെലന രാജ്ഞിയെ ഇരുത്തിയിട്ടുണ്ടാകും. കാരണം ഭൂമിയിലെ കുരിശ് കണ്ടെത്താനും മാതാവിൻ്റെ ഒറിജിനൽ ചിത്രങ്ങൾ കണ്ടെത്താനും അതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനൊക്കെ ഈ രാജ്ഞി കുറേയധികം സഹിച്ചിട്ടുണ്ട്. നമുക്ക് വിശുദ്ധ ഹെലനായുടെ മാധ്യസ്ഥം ചോദിക്കാം. നമ്മുടെ ജീവിതത്തിലും കണ്ടെത്താതെ മൺമറഞ്ഞു പോയിട്ടുള്ള ചില വിശ്വാസങ്ങളും ചില സുഹൃതങ്ങളുമൊക്കെ തേടി കണ്ടുപിടിക്കാൻ ഈ രാജ്ഞിയുടെ മാധ്യസ്ഥം നമുക്ക് ചോദിക്കാം. ഈ ഭൂമിയിലെ രാജ്ഞി സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. വിശുദ്ധ ഹെലനായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ
രാജ്ഞീപദ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കിതെല്ലാം ഓർമ്മയിൽ വയ്ക്കാം. അമ്മയ്ക്ക് കിരീടം കൊടുക്കാം. അമ്മയുടെ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കാം. ഇന്നലത്തെ ഓഡിയോയിൽ നമ്മൾ കേട്ടല്ലോ, അമ്മ രാജ്ഞിക്ക് ഈ സ്ഥാനം കൊടുക്കാൻ സ്വർഗം തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നോ? ഭൂമിയിലെ ഒരു സൃഷ്ടിയിലും കാണാത്ത അഗാധമായ എളിമ പരിശുദ്ധ കന്യകയിലുണ്ടായിരുന്നു എന്നതാണ് രാജ്ഞി പദം കൊടുക്കാൻ, കിരീടം ധരിപ്പിക്കാൻ ഇടയായ സുഹൃതം. അപ്പോൾ നമുക്ക് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അഗാധമാം എളിമയാൽ നിറയ്ക്കേണമേ അമ്മേ, നിറയ്ക്കേണമേ. അമ്മയുടെ 7 സുഹൃതങ്ങളിൽ ഏറ്റവും വലിയ സുഹൃതമാണ് അഗാധമായ എളിമ. അപ്പം അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങൾക്കും സ്വർഗത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അറ്റത്ത് സ്ഥാനം കിട്ടാൻ ഞങ്ങളുടെ ഹൃദയം അഗാധമായ എളിമ കൊണ്ട് നിറയ്ക്കണമേ എന്ന്. 2 രാജ്ഞിമാരെയും നമുക്ക് ഓർക്കാം. സ്വർഗരാജ്ഞിയുടെ അടുത്തേക്കുള്ള വഴികാട്ടിയായി ഹെലന രാജ്ഞിയെ നമുക്ക് കാണാം. കുരിശിലൂടെ നമുക്ക് ഈശോയിലേക്ക് എത്താം. പരിശുദ്ധ അമ്മയുടെ അത്ഭുത ചിത്രങ്ങൾ നമുക്ക് മനസ്സിൽ കണ്ട് വണങ്ങാം. വിശുദ്ധ ഹെലനായുടെ തിരുനാളിൻ്റെ അന്ന് ദൈവം നമ്മെ ഈ വിശുദ്ധയിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിൽ രാജ്ഞിയായി വാഴുന്ന പരിശുദ്ധ അമ്മയോട് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സകല മനുഷ്യരും സ്വർലോകരാജ്ഞിയെ തിരിച്ചറിയാനും ഈശോയിലേക്ക് പിതാവിലേക്ക് എളിമപ്പെട്ട് തിരിച്ചു വരാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ.